നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് വരികയാണെങ്കിൽ കോഴിക്കോട് പെരുവയിൽ പഞ്ചായത്തിലെ വെള്ളിപ്പറമ്പ് അത്തർവാല നെടുമ്പറമ്പ് കുന്ന് പൊളിച്ചിട്ടിട്ട് 2 വർഷമാകുന്നു. ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ഓരോ പഞ്ചായത്തിലും പൊളിച്ചിട്ടിരിക്കുന്നത് 20ലേറെ ഗ്രാമീണ റോഡുകളാണ്. കോഴിക്കോട് ജില്ലയിൽ കരാറുകാർക്ക് ലഭിക്കാനുള്ളത് 630 കോടി രൂപയാണ്. സിനോജ് തോമസ് ചേരുന്നുണ്ട്. കോഴിക്കോട് റോഡുകളുടെ അവസ്ഥ എന്താണ് സിനോജ്? പരാതിയുമായി നാട്ടുകാർ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അവർ മറുപടി നൽകി മടുക്കുന്ന അവസ്ഥയുണ്ടോ? കോഴിക്കോട് ജില്ലയിൽ ഓരോ പഞ്ചായത്തിലും 20 മുതൽ 30 വരെ റോഡുകളാണ് ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ചിട്ടിരിക്കുന്നത്. അതും 2 വർഷത്തിലേറെ പൊളിഞ്ഞു കിടക്കുന്ന നിരവധി റോഡുകളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കരാറുകാർക്ക് മാത്രം 630 കോടി രൂപയാണ് കിട്ടാനുള്ളത്. ആ പണം കിട്ടാതെ റോഡുകൾ ടാർ ചെയ്യില്ല, പൂർവ്വസ്ഥിതിയിലാക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഈ കരാറുകാരുള്ളത്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ പഞ്ചായത്തിലെ 20ാം വാർഡിലെ റോഡിലാണ്. ഇതൊരു ടാറിംഗ് റോഡായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. പഴയ രീതിയിലുള്ള മൺപാതിയായി മാറിയിരിക്കുന്നു. നിരവധി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പോകുന്ന റോഡ് കൂടിയാണ്. ഈ വഴിക്ക് ഓട്ടോറിക്ഷ വരാൻ പോലും ഇപ്പോൾ മടിക്കുകയാണ്. കാരണം വന്നു കഴിഞ്ഞാൽ അവരുടെ വാഹനങ്ങൾ അപകടത്തിലാവുന്ന സ്ഥിതിയാണുള്ളത്. അതായത് റോഡ് മുഴുവൻ പൊളിച്ച് മാറ്റി അതിൽ പൈപ്പിട്ട് മൂടി, പക്ഷേ ടാറിങ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേനൽക്കാലത്ത് പൊടിയുടെ ശല്യമാണ്, മഴക്കാലമായ ചെളിയുടെ ശല്യമാകും. അങ്ങനെ 2 മഴക്കാലം 2 വേനൽക്കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നാട്ടുകാർ കരുതുന്നത് ഇത് പഞ്ചായത്താണ് ചെയ്യേണ്ടതെന്ന് നാട്ടുകാർ കരുതി പഞ്ചായത്തിനടുത്താണ് പരാതി പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നമില്ല. പഞ്ചായത്തിനടുത്ത് പരാതി പറയാൻ വരുന്ന ആളുകൾ നിരവധി പ്രയാസമുണ്ട്. അതാണ് ആളുകൾക്ക് ഇതിൻ്റെ കൃത്യമായ ധാരണയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ പ്രയാസം. ഇത് ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു ധാരണ ആളുകളെടുത്തുണ്ട്. നമ്മൾ ആളുകളെ മുഴുവൻ ആളുകളെയും ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയാണ്. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ പോരായ്മ കൊണ്ടാണ് റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്തത് എന്നുള്ള ഒരു തെറ്റായ ധാരണ മുഴുവൻ പരക്കായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. വലിയൊരു പ്രയാസം ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. രോഗികൾക്ക് പെട്ടെന്ന് കിട്ടുന്ന സംവിധാനം ഓട്ടോറിക്ഷയാണല്ലോ. ഓട്ടോറിക്ഷക്കാർ വരാൻ മടിക്കുന്നുണ്ട്. കാരണം അവരപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയ്ക്ക് ശോചനീയമാണ് ഇവിടുത്തെ സ്ഥിതി. വളരെ പ്രയാസമുണ്ട്. എന്തെങ്കിലും ഒരു പരിഹാരം പെട്ടെന്ന് തന്നെ ഉണ്ടാവണം. ഈ വേനൽക്കാലത്ത് പൊടിയുടെ ശല്യം, അതേപോലെ മഴക്കാലത്തിൽ ഈ ഒരു സൈഡ് കീറിയിട്ടുകൊണ്ട് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ വണ്ടിയിൽ ടയർ താഴ്ന്നു പോകുന്നൊരവസ്ഥ ഉണ്ട്. എല്ലാം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ്. ഈ മഴ പെയ്തപ്പോൾ ഫുള്ള് പൊളിഞ്ഞു പോയി. ഇതിപ്പോൾ 2 കൊല്ലമായി, 2 കൊല്ലത്തിലേറെയായി ഈ അനുഭവം ഇങ്ങനെ നിലനിൽക്കുന്നു. ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരുന്നില്ല. ഈ കരാറുകൾ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് ചെറുകിട കരാറുകാരാണ്. അവർ പറയുന്നത് അവരുടെ പൂർത്തീകരിച്ച പദ്ധതിയുടെ പൈസ കിട്ടാതെ പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് കരാറുകാരുള്ളത്. അവിടെ വലയുന്നത് നമ്മുടെ ഗ്രാമത്തിലുള്ള സാധാരണ ജനങ്ങളാണ്. കോഴിക്കോട് ജില്ലയിൽ ഓരോ പഞ്ചായത്തിലും 20 മുതൽ 30 വരെ റോഡുകളാണ് ജൽജീവൻ മിഷൻ പദ്ധതിക്ക് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് ഓരോ പ്രദേശങ്ങളിലേക്കും ഇനിയും എത്താനുണ്ട്.